വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഏത്തപ്പഴവും ശർക്കരയും ചേർത്തിട്ട് നല്ലൊരു റെസിപ്പിയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഏത്തപ്പഴം തീരെ കറുത്തൊക്കെ പോകുമ്പോഴേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട്, അതായത് ആരും കഴിക്കത്തില്ല, കഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതുപോലെ കറുത്ത ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള സ്നാക്സും ഉണ്ടാക്കാം. അപ്പോൾ അത് കളയരുത്. അതുപോലത്തെ പഴം മിക്കവരും അതുപോലത്തെ പഴം കഴിക്കാറില്ല. അത് കാരണം ഞാനിന്നൊരു സ്വീറ്റ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കണ്ടോ, ഞാനിതിപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കാഷ്നട്ട് പഴം ഒക്കെ കടിയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഓരോ പീസ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ സന്തോഷമായിട്ട് കഴിച്ചോളും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാനതെല്ലാം ഇതുപോലെ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അതിനായിട്ട് തൊലി കറുത്ത നേന്ത്രപ്പഴം 3 എടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊലി കറുത്ത നേന്ത്രപ്പഴം നമ്മൾ കളയേണ്ട, അതുകൊണ്ട് കുറേ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാം, സ്നാക്സൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പം തൊലി മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ചേർക്കാം. അപ്പം നമ്മൾ ഈ 3 എടുത്തിട്ടുള്ളത്. അതിന് ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാം. മാഷർ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ടൈപ്പിലുള്ളതുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. അഥവാ ഇപ്പം നമ്മുടെ കയ്യിൽ മാഷർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാത്രം വെച്ചിട്ടും ചെയ്യാം. പാത്രം വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനെല്ലാം ഇതുപോലെ തന്നെ ചെയ്തേക്കാം. കണ്ടോ, തീരെ അങ്ങ് ഇതുപോലെ പേസ്റ്റ് പോലെ ആക്കണമെന്നില്ല. ചെറിയ കഷ്ണങ്ങളുണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ആക്കിയേക്കാം. അപ്പം ഞാൻ ആ പഴം നല്ല രീതിയിൽ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ശരിക്കും ഒരുപാട് അങ്ങ് പഴുത്ത പഴമാണ് ഇങ്ങനെ ചെയ്തത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു കപ്പ് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുകയാണേ. അതൊരു 1/4 കിലോ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച്, അതായത് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നു. വളരെ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്, കുറേ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക എടുക്കുകയാണെങ്കിൽ ഒരു 3 ഏലക്ക എടുത്തോണേ. കണ്ടോ, ഇത്ര ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട്. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മതി കേട്ടോ, അതും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാഷ്നട്ട് ഉടച്ചത് ഇതുപോലെ കട്ട് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടിച്ചതോ എങ്ങനെയായാലും കുഴപ്പമില്ല, അതും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തേക്കാം. അപ്പം ഞാനത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. കൈ കൊണ്ട് മിക്സ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. ഇതിൽ പഴത്തിൻ്റെ ഈ കഷ്ണങ്ങളുണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടന്നാലും കുഴപ്പമില്ല, അതും ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഉടച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പാത്രം തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. വീട്ടിലുള്ള ഏതൊരു ബൗളായാലും മതി. അതിൽ കുറച്ച് നെയ്യ് നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒന്ന് ഗ്രീസ് ചെയ്തേക്കാം. ഈ സൈഡിലും കൂടെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. വേറെ ഏതെങ്കിലും ഒരു ടിഫിൻ ബോക്സോ ഒരു ബൗളോ ഏതായാലും മതി കേട്ടോ, ഏത് പാത്രമായാലും മതി. അതിലിങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്നില്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ ഇപ്പം നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുകയാണേ. പിന്നെ കംപ്ലീറ്റ് ഒഴിച്ചേക്കാം. അപ്പോൾ അതിലെല്ലാം ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ്, കണ്ടില്ലേ? ഇത്ര പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഹെൽത്തിലും വളരെ നല്ലതാണ്. ഏത്തപ്പഴവും ശർക്കരയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനേ അത് നല്ലതാണ്. ഇനി നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്.
അതിലിങ്ങനെ ഒരു സ്റ്റീം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ വെച്ച് കൊടുക്കാം. ഇരുന്നോട്ടെ, മൂടി വെച്ച് കൊടുക്കാം. ഇതൊരു 20 മിനിറ്റ് നമ്മൾ വേവിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം. വേകട്ടെ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. ഓക്കെ. അപ്പം നമ്മളിത് വരച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ? എന്നിട്ട് ഒരു സ്റ്റിക്ക് വലുതുണ്ടെങ്കിൽ കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും. 20 മിനിറ്റ് എന്തായാലും വെന്തിരിക്കും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. നമുക്ക് തണുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റിലൊന്ന് കമഴ്ത്തി കൊടുത്തേക്കാം. പ്ലേറ്റ് വെച്ചിട്ട് എടുക്കാം. അത് കറക്റ്റായിട്ട് വീഴും. കണ്ടോ? സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള ആ സ്വീറ്റ് സ്നാക്സ് എന്ന് പറയും. ശരിക്കും അലുവ പോലെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. കണ്ടോ? ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കെടുത്ത് കൊടുക്കാനും സൗകര്യമായിരിക്കും. കണ്ടോ? നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള സ്വീറ്റ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാഷ്നട്ടൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ആ പഴവും കാഷ്നട്ടൊക്കെ കടി കൊള്ളുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് വന്നിട്ട് വെളുത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് കളർ കിട്ടാത്തത്. നിങ്ങൾ മറ്റേ ഡാർക്കായിട്ടുള്ള ശർക്കര വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു കളറും കൂടെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് മധുരമൊക്കെ കറക്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.